എന്റെ പേര് ഫാത്തിമ തസ്നി. എനിക്ക് 21 വയസ്സാണ്. ഞാൻ 1.5 വർഷമായി ഡയാലിസിസ് ചെയ്യുന്നു. എന്റെ കയ്യിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. എന്റെ കയ്യിന് ഭയങ്കര വേദനയാണ്. എന്റെ കിഡ്നി മാറ്റി വെക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം. വെള്ളം കുടിക്കാൻ കഴിയും, ഡയാലിസിസ് വേദന കുടിക്കാൻ കഴിയും, എല്ലാവരും സഹായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് ഈ കരച്ചിൽ. ഉമ്മയും മകളും കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൈനീട്ടാം. തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. 21 വയസ്സുള്ള ഫാത്തിമ തസ്നി എന്ന് പറയുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇന്ന് കിഡ്നി രോഗം ബാധിച്ച് അതിന്റെ ഡയാലിസിസും അതിന്റെ വേദനയും സഹിച്ച് പഠിത്തം മുടങ്ങിയിട്ട് വീടിനകത്തിരിക്കാം. നമ്മുടെ മക്കളാണ്, നമ്മുടെ അനുജത്തിയാണ്, നമ്മുടെ സഹോദരിയാണ് ഇങ്ങനൊരവസ്ഥ നേരിടുന്നതെങ്കിൽ നമുക്കത് സഹിക്കാൻ പോലും കഴിയില്ല. പരിശുദ്ധമായ ഈ ഒരു മാസത്തില് നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അതിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ ഒരു സമയത്തില് ഈ സഹോദരിയെ കൂടി, ഈ പൊന്നു മോളെ കൂടി നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഈ കുടുംബത്തിന്റെ കണ്ണീര് തുടയ്ക്കാൻ, ഈ കുടുംബത്തിന് ആശ്വാസമേകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും തസ്നിയുടെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. എൻ്റെ കുട്ടിയെ വീഡിയോയ്ക്ക് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. നിവൃത്തിയില്ല. നിങ്ങളെല്ലാവരും സഹായിക്കണം. എല്ലാവരും ഞാൻ അപേക്ഷിക്കുകയാണ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഞാൻ ഇതുവരെ ചികിത്സിച്ചു. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. എല്ലാവരും സഹായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംസാരിക്കുന്നത് ചെറമംഗലം മഹല്ല് പള്ളി, ഒരിക്കൽ റോഡ് പള്ളിയിലെ ഖത്തീബ് ഉസ്താദാണ് സംസാരിക്കുന്നത്. ഹാഫിള് സഫറുല്ലാ ഫാദിൽ. നമ്മുടെ പള്ളിയുടെ മുൻവശത്ത് താമസിക്കുന്ന പുതുകുളങ്ങര മുഹമ്മദുക്കയുടെ കുടുംബം വളരെ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ട, നാട്ടുകാർക്കെല്ലാം വളരെ സ്നേഹം മാത്രം നൽകിയ ഒരു വലിയ മഹത്വമുള്ള കുടുംബമാണ് മുഹമ്മദുക്കയുടെ കുടുംബം. ഒരു ചെറിയ പരീക്ഷണം എന്ന നിലക്ക് ഈ കുടുംബത്തിലെ അബ്ദുസലാം എന്നവരുടെ മകൾ 2 കിഡ്നിയും തകരാറിലായി ആ പൊന്നുമോൾ മാസങ്ങളോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ വിശുദ്ധ റമദാനിൽ സ്വതക്കക്ക് അല്ലെങ്കിൽ നന്മയ്ക്ക് ഒരുപാട് ഫലമുള്ള ഈ വിശുദ്ധ മാസത്തിൽ എല്ലാവരും കൂടെ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ആ പ്രിയപ്പെട്ട സഹോദരിയെ, നമ്മുടെ കൊച്ചനുജത്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫാത്തിമ തസ്നി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഉപ്പാടെ പേരിലുള്ള, ഉമ്മാടെ പേരിലുള്ള, സഹോദരന്റെ പേരിലുള്ള ഗൂഗിൾ പേ, പേടിഎം ഒക്കെ, അതായത് മൻസൂറിന്റെ പേരിലും അബ്ദുൽ സലാമിന്റെ പേരിലും മുനീറയുടെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ കിഡ്നി മാറ്റിവെക്കാൻ 30 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ അബ്ദുൾ റസാഖിൻ്റെ പേര്. ഈ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയാണ്. നമ്മുടെ പൊന്നുമോളുടെ പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രയാസം കഴിഞ്ഞ 2 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ട് വളരെ കഷ്ടപ്പാടിലാണ് ഉള്ളത്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഓരോ ആളുകളും, ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും നമ്മുടെ പ്രവാസ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സാമ്പത്തികമായി ഈ കുടുംബത്തിന് വേണ്ടി സഹായിക്കണം. പരിശുദ്ധ റമദാനെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ഇതിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ 27 ഡിവിഷനിലെ കൗൺസിലർ മോഹൻദാസ് മാസ്റ്ററാണ്. ഫാത്തിമ തസ്നി എന്ന മകളുടെ കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം 30 ലക്ഷത്തിലധികം രൂപ വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. വളരെ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഈ പുണ്യമാസത്തിൽ നിങ്ങൾ കഴിയുന്ന പരമാവധി സംഖ്യകൾ തന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ട ഈ മാസത്തിന്റെ പുണ്യ കരസ്ഥമാക്കി എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
അവരെ സ്കൂളിലും നല്ല പഠനത്തിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കുന്ന കുട്ടിയായിരുന്നു. അവരിപ്പോൾ പഠനം നിർത്തി ഈ രോഗം അവർക്ക് വളരെ പ്രയാസമായതിനാൽ അവർ ഇപ്പോൾ സ്കൂളൊക്കെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.